ആദിക് രഘുചന്ദ്രൻ സംവിധാനം ചെയ്യാൻ പോകുന്ന അജിത്തിൻ്റെ AK-64 എന്ന സിനിമയിലേക്കും അതുപോലെ ശിവകാർത്തികേയൻ്റെ പുതിയ ചിത്രത്തിലേക്കും ലാലേട്ടനെ കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് സിനിമകളിൽ ലാലേട്ടൻ ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. നിലവിൽ ലാലേട്ടൻ ഒരുപാട് സിനിമകൾ പൂർത്തീകരിക്കാനുണ്ട്. പാട്രിയോട്ട്, ബബ്ബബ്ബ, ജയിലർ 2, അമൽ നീരദ് ലാലേട്ടൻ മൂവി, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഹൃദയപൂർവ്വം സിനിമയുടെ ഫൈനൽ എഡിറ്റ് കഴിഞ്ഞതാണെന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ സിനിമയുടെ സാറ്റലൈറ്റ് ഡിജിറ്റൽ റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ്. ഏഷ്യാനെറ്റാണ് സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ഏഷ്യാനെറ്റ് സിനിമയുടെ സാറ്റലൈറ്റ് എടുത്തത് കൊണ്ട് തന്നെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 28 ഓണം റിലീസായി ഹൃദയപൂർവ്വം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. പാട്രിയോട്ട് സിനിമയുടെ ശ്രീലങ്കൻ ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച ഇന്ത്യയിലാണ് ഇനി സിനിമയുടെ ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത്. ലാലേട്ടൻ്റെ 4-5 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമായിരിക്കും ഇന്ത്യയിലുണ്ടാവുക. അതിനുശേഷം ബബബ സിനിമയുടെ സെറ്റിലേക്ക് ലാലേട്ടൻ ജോയിൻ ചെയ്യും. ഈ വർഷം ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമകളിൽ 2 മലയാള ചിത്രങ്ങളുണ്ട്. അതായത് ലാലേട്ടൻ്റെ എമ്പുരാനും തുടരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 2 മലയാള ചിത്രങ്ങളും വരുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ വളർച്ച തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വർഷം ഇറങ്ങിയ ലാലേട്ടൻ സിനിമകളുടെ കളക്ഷൻ 500 കോടിയോളം ആയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമകളും ഈ ഒരു ലെവലിൽ കളക്ഷൻ വരികയാണെങ്കിൽ ഈ വർഷം തന്നെ ലാലേട്ടൻ 1000 കോടി കളക്ഷനും നേടാൻ ചാൻസ് ഉണ്ട്.